അല്ല. ഞാനുണ്ട മക്കളൊക്കെ വണ്ടിയിൽ ഇങ്ങനെ എങ്ങോട്ട് യാത്ര ചെയ്യുമ്പോഴേ ബാക്കിൽ നിന്ന് രണ്ട് കുട്ടികൾ ഇടക്കിടക്ക് ആ കാറിൻ്റെതാട്ടോ. ഏത് ഒരു ബെൻസ് വരുമ്പോഴേ ഇന്റെ കാറാട്ടോ പറയും. അപ്പൊ മറ്റോ മതി അപ്പുറത്ത് വേറെന്താ ഇന്റെ കാറാട്ടോ പറയും. അങ്ങനെ ഓലിങ്ങനെ കാറ് ഓരിയക്കല നമ്മളങ്ങനെ പോകും. ഓല വിചാര കാറൊക്കെ ഓലതാണെന്നാ. അതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തല്ല നമ്മളെ അവസ്ഥ. ഇന്ന് നമ്മൾ വാങ്ങിയ പറമ്പുണ്ടല്ലോ, ആ റോഡ് സൈഡില് നല്ല അലുവ കഷ്ണം മുറിച്ചതുപോലത്തെ ഒരേക്കർ സ്ഥലം ഉണ്ടല്ലോ, നമ്മളെ സ്ഥലമാണ്, ഇത് ഞാൻ അപ്പം വാങ്ങിയതാണെന്ന് നമ്മൾ അഭിമാനത്തോടെ പറഞ്ഞ സ്ഥലം ഉണ്ടല്ലോ, അതിന്റെ അടിയാധാരം പരിശോധിച്ചോ കാണി എത്ര ആൾക്കാരെ പേരുണ്ടായില്ലെന്ന്. ആദ്യ ഒരാൾ പറഞ്ഞു ഇന്റതാണ്, ശേഷം വേറൊരാൾ പറഞ്ഞു ഇന്റതാണ്, ശേഷം പിന്നൊരാൾ പറഞ്ഞു ഇന്റതാണ്, പിന്നൊരാൾ പറഞ്ഞു ഇന്റതാണ്, ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇന്റതാണ്, നാളെ വേറൊരാൾ പറയും ഓന്റതാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ ഖബർ? കണ്ടിട്ടില്ല നിങ്ങള്? ആ ഖബർ എത്ര വീതി കുറഞ്ഞ കുത്തല്. ആ ഖബറിന്റെ ഉള്ളിലേക്ക് മയ്യത്ത് ഇറക്കി വെക്കണ നിങ്ങൾ കണ്ടിക്കണോ? തോർത്തുമുണ്ട് ഇങ്ങനെ പിടിച്ചിട്ടേ ആ തോർത്തുമുണ്ടിൽ ഇങ്ങനെ തൂക്കിയിട്ട് ഇങ്ങനെ ഇറക്കല. എന്തുകൊണ്ടാണ് നിങ്ങൾ കൈയോണ്ട് അങ്ങോട്ട് ഇറക്കി ആ കൈ ഇങ്ങോട്ട് കിട്ടൂല, അത്ര വീതി ഉണ്ടാവും ഖബറിന്. ആ തോർത്തുമുണ്ട് വലിച്ചിങ്ങനെ എടുക്കല, അല്ലെങ്കിൽ കിട്ടൂല. അത് പാർക്കുവാൻ ഗതിയില്ലാതെ റോഡരികിൽ കടന്നവന്റെ ഖബറും 5000 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള വീട്ടിൽ കൊട്ടാര സമാനമായ ബെഡ്റൂമിൽ കടന്നുറങ്ങിയവന്റെ മയ്യത്തും ഒരേപോലത്തെ ഖബറിലിറക്കുക. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മൾ ആ കുട്ടികളെക്കാളേറെ കഷ്ടയിന്. കാരണം ആ കാർ ഇന്റതാണെന്ന് പറഞ്ഞില്ലേ, അവനേക്കാൾ കഷ്ടമാണ് നമ്മുടെ അവസ്ഥ. നമ്മുടേതെന്ന് പറയാൻ ഒന്നുമില്ല. വലിയൊരു കാറിൽ വന്നിട്ടേ റോഡ് സൈഡിൽ നിർത്തിയിട്ടേ അതിന്റെ ഡോറ് ലോക്ക് ചെയ്തിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടി കൂൾ ബാറിലേക്ക് കയറി. കുറച്ചു കഴിഞ്ഞപ്പണ്ട് കസാരി മൂപ്പരും അവിടെ താഴെ വീണിട്ടുണ്ട്. ആളുകൾ താങ്ങിയെടുത്തിട്ട് ഈ കാറിന്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോഴേ കാറിന്റെ ലോക്ക് തുറക്കുന്നില്ല. കാരണം ഒരു നമ്പർ ലോക്കിലാ ഡോർ ലോക്ക് ചെയ്ത്. ആ നമ്പർ അറിയില്ലല്ലോ. ഇനി എന്താ കാട്ടുക? അപ്പണ്ട് ആ കടയിലേക്ക് പൈനാപ്പിൾ കൊണ്ടുവന്ന് ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഗുഡ്സ് ഓട്ടോറിക്ഷ, ആ ഗുഡ്സ് ഓട്ടോറിക്ഷയുടെ പിന്നിലേക്ക് അയാളെ കയറ്റിവെച്ച് ആ ഗുഡ്സ് ഓട്ടോറിക്ഷ ലയിച്ചിട്ടുകൊണ്ട് തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് പോവുക. കോടികൾ വിലയുള്ള കാറിന്റെ ഉടമസ്ഥൻ തന്റെ അവസാന യാത്രക്ക് കിട്ടിയതേ 10,000 വിലയുള്ള പഴയ ഗുഡ്സ് ഓട്ടോറിക്ഷയില യാത്ര. ഇപ്പൊ മനസ്സിലായോ നിങ്ങൾക്ക്? ഇന്റത് എന്ന് ഞാൻ പറയുന്നതിൽ എന്തുമാത്രം എനിക്ക് അവകാശമുണ്ടെന്ന് മനസ്സിലായോ? നമുക്ക് എന്റേതാണ് എന്ന് ഞാൻ അവകാശപ്പെടുന്നതിൽ എനിക്ക് എന്ത് അവകാശമുണ്ട് എന്ന് നമുക്ക് ബോധ്യമായില്ലേ? അതുകൊണ്ടാണ് റബ്ബ് പറഞ്ഞത് അൻതുമുൽ ഫുഖറാ, നിങ്ങളൊക്കെ ഫക്കീറന്മാരാട്ടോ. അത് മറക്കണ്ട. അഹങ്കാരത്തിന്റെ കൊടുമുടിയിലേക്ക് കയറിപ്പോണ്ട. നിങ്ങളൊക്കെ സൃഷ്ടാവായ അള്ളാഹുവിനെ ആശ്രയിച്ചു